ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ മൂന്നാറിലെ അധികം ആരും വിസിറ്റ് ചെയ്യാത്ത ചക്രമുടി പീക്കിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഏകദേശം 7 കിലോമീറ്ററോളം വരുന്ന ചക്രമുടി ട്രെക്കിംഗ് നമുക്ക് ഒരു 3-4 മണിക്കൂർ കൊണ്ട് സുഖമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ട്രെക്കിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചക്രമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെയായി മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ്. ഇരവിക്കുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായ ചക്രമുടി ഏകദേശം 7200 അടിയോളം ഉയരമുണ്ട്. അപ്പോൾ ഈ കാണുന്നത് NH85 ആണ്, കൊച്ചി മധുരൈ ധനുഷ്കോടി റോഡ്. സോ ഈ വഴി ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. നമുക്ക് ബസ്സിൽ വരുവാണെങ്കിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ചക്രമുടി ട്രക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ പറ്റും. നമ്മൾ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് വരുന്ന വഴിക്ക് തന്നെ ചക്രമുടി പീക്കിലോട്ടുള്ള എൻട്രി പോയിന്റ്, ഫോറസ്റ്റ് ഓഫീസിന്റെ എൻട്രി പോയിന്റ് കാണാൻ പറ്റും. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. സോ നമ്മൾ സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റും. ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആലുവയാണ്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് വണ്ടി, ക്യാബോ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. സോ ഏറ്റവും നല്ല ഓപ്ഷൻ നിങ്ങൾ ഇവിടെ കേരളത്തിൽ തന്നെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ സ്വന്തം വണ്ടിയിൽ വരിക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാ വ്യൂ പോയിന്റ്സും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആൾസോ നമുക്ക് ഒരുപാട് KSRTCയും അതുപോലെ പ്രൈവറ്റ് ബസ് ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ചക്രമുടി പീക്കിലോട്ടുള്ള ട്രക്കിംഗ് പാക്കേജ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. സോ ഇവിടെ ട്രക്കിങ്ങിന് ഫീ ഉണ്ട്. ഇന്ത്യക്കാർക്ക് 500 രൂപയും ഫോറിനേഴ്സിന് 800 രൂപയുമാണ് ഫീസ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ക്യാമറ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഫീസ് ഉണ്ട്. സ്റ്റിൽ ക്യാമറയ്ക്ക് 50 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 100 രൂപയുമാണ് ഫീസ്. ഈ ട്രെക്കിങ്ങിനുള്ള ടിക്കറ്റ് നമുക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ലിങ്ക് ഇവിടെ കൊടുക്കാം. പക്ഷേ ഇവിടുത്തെ ഫോറസ്റ്റ് ഗൈഡും എല്ലാവരും പറഞ്ഞത് ഓഫ്ലൈനായി ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ്. കാരണം ഒരു പരിധിവരെ നമ്മളിവിടെ ട്രെക്ക് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. ഒരുപാട് മഴയുള്ള സമയമാണെങ്കിൽ നല്ല വഴുക്കലുള്ള പാറയായതിനാൽ ട്രെക്കിംഗ് വളരെ ദുഷ്കരമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്തു പോയാലും നല്ല മഴയുള്ള സമയമാണെങ്കിൽ നമുക്ക് ആ സ്ലോട്ടിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ഓഫ്ലൈൻ പോയി ടിക്കറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. സോ നമ്മുടെ ഈ ട്രെക്കിംഗ് ഫീസിൽ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളവും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഈ വാട്ടർ ബോട്ടിലും ബിസ്ക്കറ്റ് കവറും ഒന്നും കാട്ടിനുള്ളിൽ ഇടരുത്. അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മളത് തിരിച്ചു കൊണ്ടുവരണം. ചക്രമുടി ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ട്രെക്കിങ്ങിന് ഓരോ ഗ്രൂപ്പിനൊപ്പവും ഒരു ഫോറസ്റ്റ് ഗൈഡ് കൂടി ഉണ്ടാവും. ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് കേട്ടോ. സോ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ട്രെക്കിംഗ് കംപ്ലീറ്റ് ആക്കി താഴെ വരണം എന്നാണ് പറയുന്നത്. ടോട്ടൽ ആകെ 7 കിലോമീറ്ററാണ് ഈ ട്രെക്കിംഗ് ഉള്ളൂ. അതിൽ തന്നെ തിരിച്ചിറങ്ങുന്നത് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഇറക്കങ്ങളായതുകൊണ്ട് 1 അവർ കൊണ്ടൊക്കെ നമുക്ക് സുഖമായിട്ട് തിരിച്ചിറങ്ങാൻ പറ്റും. അപ്പോൾ മഴയുണ്ടോ ഇല്ലേ എന്ന് നമ്മുടെ ഫോറസ്റ്റ് ഗൈഡ് താഴെ നിന്ന് നോക്കി തന്നെയാണ് പറയുന്നത്. നമുക്ക് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് താഴെ നിന്ന് നോക്കിയാൽ തന്നെ ടോപ്പിൽ ചക്രമുടി പീക്ക് കാണാൻ പറ്റും. സോ അവിടെ മേഘങ്ങളുണ്ടോ മഴ പെയ്യുന്നുണ്ടോ എന്ന് താഴെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് വെച്ചാണ് ട്രെക്കിംഗ് പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത് ഗൈഡ് പറയുന്നത്. സോ താഴെ നിന്ന് നോക്കുമ്പോൾ മുകളിൽ സ്കൈ നല്ല ക്ലിയർ ആണെങ്കിൽ നമുക്കന്ന് പോസിബിൾ ആണ്, എൻ്റെ ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ലോട്ടിൽ കയറാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മഴ മാറുന്നവരെ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇവിടെ ട്രെക്കിങ്ങിന് നമുക്ക് രാവിലെയും വൈകിട്ടും സ്ലോട്ടുകളുണ്ട്. രാവിലെ 5 മണിക്ക് തന്നെ ട്രെക്കിംഗ് ഓപ്പൺ ആവും. 5 മണി മുതൽ 10 മണി വരെ നമുക്ക് സ്ലോട്ട് ഉണ്ട്. അതുപോലെ വൈകിട്ട് മാക്സിമം 4 മണി വരെയാണ് ട്രെക്കിംഗ് ടൈം. 4 മണിക്ക് ശേഷം ട്രെക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ഇനി ഞങ്ങൾ പോയ എക്സ്പീരിയൻസ് പറയാം. ഞങ്ങളുടെ പ്ലാൻ എല്ലാം വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് മഴയുണ്ടെങ്കിൽ ടോപ്പിൽ കയറാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. സോ ആദ്യം ഞങ്ങൾ പോയത് ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ടോപ്പിൽ അത്യാവശ്യം നല്ല മഴയും ചെറിയ മൂടൽമഞ്ഞും ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് ആ സ്ലോട്ട് കയറാൻ പറ്റിയില്ല. അവിടെയുള്ള ഗൈഡ് വേണമെങ്കിൽ വെയിറ്റ് ചെയ്ത് ഈവനിങ് ഉള്ള സ്ലോട്ടിൽ കയറാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ പിറ്റേന്ന് വരാമെന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം മൂന്നാറിലെ സീനിക് വ്യൂസ് എല്ലാം കണ്ട് അന്ന് നമ്മൾ റെസ്റ്റ് എടുത്തു. പിന്നെ പിറ്റേന്ന് ബോസ് പീക്കിൽ നമ്മൾ പോയി. ബോസ് പീക്ക് പോയതിന് ശേഷം വീണ്ടും ഞങ്ങൾ ചക്രമുടി പീക്കിലോട്ട് കയറാൻ വേണ്ടി വന്നു. അന്ന് എന്തോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ക്ലൈമറ്റ് എല്ലാം നല്ല ക്ലിയർ ആയിരുന്നു. സോ പിറ്റേന്ന് രാവിലെ 11 മണിക്കാണ് ഞങ്ങൾ ചക്രമുടി കയറാൻ വേണ്ടി തുടങ്ങിയത്. ഈ ചക്രമുടി ട്രെക്കിംഗ് തന്നെയാണ് ബൈസൺ വാലി ട്രെക്കിംഗ് എന്നും അറിയപ്പെടുന്നത്.
ചക്രമുടി എന്ന പദം ചൊക്കൻ്റെ മുടി എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇവിടെ ശിവൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. ചൊക്കൻ എന്ന് പറയുന്നത് ശിവൻ ഉള്ള അർത്ഥത്തിലാണ്. അതാണ് പിന്നീട് പരിണമിച്ച് ചക്രൻ എന്നായത്. അതുപോലെ മുടി എന്നത് പീക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയാണ് ഇവിടെ ചക്രമുടി എന്ന പേര് വന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വരാൻ ഏറ്റവും പറ്റിയ സമയം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. നമുക്ക് ക്ലൗഡ് ബെഡ് എല്ലാം കാണണമെങ്കിൽ, സൺറൈസ് ട്രക്കിംഗ് എല്ലാം മനോഹരമായിട്ട് ക്ലൗഡ് ബെഡോടുകൂടി ചെയ്യണമെങ്കിൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ ഇവിടെ വരുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മഴയുള്ള സീസൺ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ ട്രക്കിങ്ങിൻ്റെ ഭൂരിഭാഗവും പാറകളാണ്, പാറ പ്രദേശങ്ങളാണുള്ളത്. സോ നമുക്ക് നല്ല വഴുക്കൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സമയം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ചക്രമുടി പീക്കിൽ നമുക്ക് മെയിനായിട്ട് 2 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ആദ്യത്തെ വ്യൂ പോയിൻ്റ് കുരിശുമലയും, രണ്ടാമത്തേതാണ് നമ്മുടെ എക്സാക്റ്റ് ചക്രമുടി പീക്ക് പോയിൻ്റ്. സോ എല്ലാവരും കുരിശുമല എത്തി തിരിച്ചിറങ്ങുകയാണ് ചെയ്യാറ്. പക്ഷേ അത് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് മാത്രമാണ്. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. സോ കുരിശുമല എത്തുമ്പോൾ നമുക്ക് അവിടെ വലിയൊരു കുരിശ് വെച്ചിരിക്കുന്നത് കാണാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യണം. എങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ടുള്ള ചക്രമുടി ടോപ്പിലോട്ട് പോകാൻ പറ്റും. ഈ പീക്കിൻ്റെ ടോപ്പിലോട്ട് കയറാൻ ഒരുപാട് വഴികളുണ്ടെങ്കിലും എല്ലാത്തിനും ഫോറസ്റ്റ് ഓഫീസിൻ്റെ പെർമിഷൻ ഇല്ല. സോ നമ്മൾ പെർമിഷൻ ഇല്ലാത്ത വഴിയിലൂടെയാണ് കയറുന്നതെങ്കിൽ മുകളിൽ വെച്ചെങ്ങാനും നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രൂപ ഫൈനായിട്ട് അടക്കേണ്ടി വരും. അങ്ങനെ പിടിച്ച് 2-3 പേരോട് ഗൈഡ് അവിടെ സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എൻട്രി ഫീസ് ലാഭിക്കാൻ വേണ്ടിയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് ഇവിടെയുള്ള ഗൈഡുകൾക്കും ഫോറസ്റ്റ് ഓഫീസേഴ്സിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ എങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞാലേ കിട്ടും എന്നാണ് ഗൈഡ് തന്നെ പറയുന്നത്. സോ നമ്മൾ നടക്കാൻ തുടങ്ങിയപ്പോൾ അതൊരു നോർമൽ വാക്കായിരുന്നു. അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ കയറ്റങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം കംപ്ലീറ്റ് ഒരു പാറ, റോക്കി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലോട്ട് നമ്മൾ കയറി വരും. കുറച്ചങ്ങ് കയറി താഴോട്ടൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നിയിരുന്നു. ഫോറസ്റ്റ് ഗൈഡ് എന്തുകൊണ്ടാണ് മഴയുള്ള സമയത്ത് കയറരുതെന്ന് പറഞ്ഞതെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഇതുവരെ പോയ ട്രക്കിംഗ് പോലെയല്ല, ഇവിടെ ഒരുപാട് ദൂരം കംപ്ലീറ്റ് പാറയാണ്. സോ ചെറിയ ഒരു വഴുക്കലുണ്ടെങ്കിൽ പോലും നമ്മൾ സ്ലിപ്പായി താഴെ വരെ എത്താൻ സാധ്യതയുണ്ട്. സോ അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. ഇതൊരു കംപ്ലീറ്റ് ഈസി ട്രക്കിംഗ് ഒന്നുമല്ല, അത്യാവശ്യം മോഡറേറ്റ് ലെവലാണ്. നമുക്ക് 3-4 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഒരു ഈസി ടു മോഡറേറ്റ് ട്രക്കിംഗ് ആണ്. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ, ബിഗിനർ ഫ്രണ്ട്ലി ട്രക്കിംഗ് ആണ്. ഒരു ബേസിക് സ്റ്റാമിനയും ഫിറ്റ്നസ്സും ഉള്ള ആർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഗ്രിപ്പുള്ള ചെരുപ്പിട്ടിട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ സ്ലിപ്പറി സർഫേസസ് എല്ലാം ഒഴിവാക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പാറ എത്തുമ്പോൾ നമുക്ക് ചെരുപ്പ് ഊരി കൈ പിടിച്ച് നടന്നാലും മതി. സോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് ആയിട്ടുള്ള കുരിശുമല എത്തി. കുരിശുമലയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ അത് ഒരു വേറെ ലെവൽ വ്യൂസാണ്. നമുക്ക് ആ മൂന്നാറിലെ എൻ്റയർ ഗ്യാപ്പ് റോഡ്, മതിയന വണ്ടികൾ പോകുന്നതെല്ലാം ഒരു സിനിമാറ്റിക് ഷോട്ട് പോലെ കാണാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്. അത്യാവശ്യം വെയിലുണ്ട്. സോ നമ്മൾ കയ്യിലെടുത്തിരുന്ന വെള്ളമെല്ലാം ഏകദേശം ചിലവാവുന്നുണ്ട്. ഇത്രയും നേരം കണ്ട പാറക്കൂട്ടങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്നാണ് ഞങ്ങൾ ഷോല ഫോറസ്റ്റിലോട്ട് എൻ്റർ ചെയ്തത്. ഷോല ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ പാറക്കൂട്ടങ്ങൾക്ക് ഇടയിൽ അത്യാവശ്യം നല്ല തണലും ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. സോ ഇതിനകത്ത് കൂടി നടക്കുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ, ഈ വെയിലിൻ്റെ ഇടയിൽ ഇത്രയും തണലുള്ളൊരു സ്ഥലമുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. പീക്കിൻ്റെ ഫൈനൽ പോയിന്റ് നമുക്ക് ഈ ചോലവനങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ചോലവനങ്ങൾക്ക് ശേഷം ഈ ലാസ്റ്റ് സ്ട്രെച്ചിൽ ഇനിയും പാറകൾ കയറേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ വ്യത്യസ്തമാക്കുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് റോഡോഡെൻഡ്രോൺസ് ഉണ്ട്. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമാണ് ഈ റോഡോഡെൻഡ്രോൺസ്. നമ്മൾ രാവിലെ ബോസ് പീക്കിൽ പോയപ്പോഴും നിറയെ റോഡോഡെൻഡ്രോൺസ് കണ്ടിരുന്നു. അതുപോലെ മീശപ്പുലിമല പോകുമ്പോഴും ഇതേ പുഷ്പം കാണാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അത് വലിയ മരങ്ങളായിട്ടാണ് കാണുന്നത്. നിറയെ ഒരുപാട് വലിയ മരങ്ങളുണ്ട് റോഡോഡെൻഡ്രോൺസിൻ്റെ. ഇത്രയും വലിയ മരങ്ങൾ ഇത്രയും പൂത്ത് നിന്ന് അടുത്ത് കാണുന്നത് നമ്മളിപ്പോഴാണ്. വേറെയും ഒരുപാട് ചെടികളുണ്ട്. അതുപോലെ ഇടയ്ക്കൊക്കെ ചോലവനങ്ങളിൽ വെച്ച് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് ഗൈഡ് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് മൃഗങ്ങളെയൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. ഫൈനൽ പീക്ക് എത്തുന്നതിന് മുൻപ് ഗൈഡ് കാണിച്ചു തന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ നീലക്കുറിഞ്ഞികൾ പൂത്ത് നിൽക്കുന്നത് കണ്ടത്. സോ ഇടയ്ക്കൊക്കെ 1-2 പൂക്കൾ മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ ആ ചെടിയെ അധികം ശ്രദ്ധിച്ചില്ലായിരുന്നു. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി ഇനി ചക്രമുടിയിൽ 2026 ഉണ്ടാവുന്നത് എന്നാണ് ഗൈഡ് പറഞ്ഞത്. സോ അതിൻ്റെ തുടക്കമാണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ എവിടെയായി കുറച്ച് നീലക്കുറിഞ്ഞി പൂക്കളും ചെടികളും എല്ലാം കാണാൻ പറ്റി.
ഇതിൻ്റെ എല്ലാം ഫോട്ടോസും വീഡിയോസും എടുത്ത് സമയം പോയത് അറിഞ്ഞില്ല. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഈ പീക്കിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തി. ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങും. കയറുന്ന അത്ര ബുദ്ധിമുട്ടില്ല തിരിച്ചിറങ്ങാൻ, ഫുൾ ഇറക്കമാണ്. അതുകൊണ്ട് തന്നെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ച് താഴെ എത്താൻ പറ്റും. നമ്മുടെ നാട്ടുകാരേക്കാൾ കൂടുതൽ ഫോറിനേഴ്സാണ് ഈ ചക്രമുടി പീക്ക് ട്രക്കിങ്ങിന് എത്തുന്നതെന്നാണ് ഗൈഡ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ, അധികം ആരും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു സ്ഥലമാണ് ചക്രമുടി പീക്ക്. സോ ഈ ട്രക്കിംഗ് നടത്തുന്നവരോട് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ കുറച്ച് ഗ്രിപ്പുള്ള ചെരുപ്പിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഗ്രിപ്പുള്ള ഷൂസ് ഇല്ലെങ്കിൽ നമ്മൾ പാറ ഒരുപാടുണ്ട്, അവിടെ കയറുമ്പോൾ ചെരുപ്പില്ലാതെ ബെയർ ഫൂട്ടായിട്ട് പോകുന്നതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളവും കുറച്ച് സ്നാക്സും കയ്യിൽ വെക്കാം. അത്യാവശ്യം കയറ്റമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല വെള്ളം ദാഹം ഉണ്ടാവും. പിന്നെ മോർണിംഗ് സൺറൈസ് ട്രക്കെല്ലാം ഇവിടെ അടിപൊളിയായിരിക്കും. സോ സൺറൈസ് സൺസെറ്റൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് പീക്ക്. അതുപോലെ മഴയുള്ള സമയങ്ങളിൽ ഗൈഡ് പറയുന്നത് പോലെ തന്നെ ഈ പീക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഡിസംബർ ജനുവരി മാസങ്ങളിൽ രാവിലെ നേരത്തെ പോവുകയാണെങ്കിൽ തെർമൽസ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. വെയിലുള്ള സമയത്താണ് പോകുന്നതെങ്കിൽ സൺസ്ക്രീനും കൂടി കയ്യിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ചക്രമുടി പീക്കിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇടുക്കി ഡാമും ആനമുടി പീക്കും അതുപോലെ ഇവിടെയുള്ള തേയിലത്തോട്ടങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. മൂന്നാറിൽ എവിടെ ക്യാമറ വെച്ചാലും അതൊരു സിനിമാറ്റിക് ഷോട്ടായ പോലെയാണ് എനിക്ക് തോന്നിയത്. ചക്രമുടി പീക്കിലോട്ട് കയറുമ്പോഴും ഈ അനുഭവം തന്നെയാണ് എനിക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ചക്രമുടി പീക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ദൂരം റോക്കി സർഫേസിലൂടെ ട്രക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സോ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന മൂന്നാറിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സ്ഥലമാണ് ചക്രമുടി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗിയും സൗന്ദര്യവും ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. സോ ഇതൊക്കെയാണ് ചക്രമുടി പീക്ക് ട്രക്കിംഗ് അല്ലെങ്കിൽ ബൈസൺ വാലി ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.